മരട് നഗരസഭ 24 ഡിവിഷൻ കുടുംബശ്രീയുടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ലേമാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഓണാഘോഷ പരിപാടി മാരാ സ്കൂളിൻ്റെ മുൻ പ്രിൻസിപ്പൽ മെറ്റില ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ ജെയിനി പീറ്റർ അധ്യക്ഷത വഹിച്ച ഓണാഘോഷ പരിപാടിയിൽ മരട് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി പോൾ മുഖ്യാതിഥിയായിരുന്നു. വിവിധ മേഖലകളിലെ പ്രമുഖർ സംസാരിച്ചു. കലാപരിപാടിയോടുകൂടി ഓണാഘോഷം പര്യവസാനിച്ചു. അത് മാറ്റി പെർമനന്റ് ആയിട്ട് 4 പല്ല് വെച്ചു. ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്നതല്ലേ, കാണുന്നവർക്കല്ല അതിന്റെ ബുദ്ധിമുട്ടെന്നൊക്കെ ആലോചിച്ച് മാറ്റി വെച്ചു. അതിന് അന്ന് 2014 50,000 രൂപയായിട്ടാണ്. അപ്പൊ എനിക്കതൊരു ഷോക്കായിരുന്നു. നമ്മളിതിന് ഒരു വില കൊടുക്കാറുണ്ടല്ലേ, 32 നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. എൻ്റെ ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രായം കൂടുതൽ എനിക്കാകാനാണ് സാധ്യത. പിന്നെ സന്തോഷമൊപ്പം കോർപ്പറേറ്റ് കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അല്പസ്വല്പം മിനുക്കുവഴികൾ നടത്തിയിരുന്നു. മനഃശാസ്ത്രജ്ഞരുടെ ഭാഷയിൽ ക്ലോസിംഗ് സ്റ്റേജ് ഓഫ് ലൈഫ് സ്പാൻ എന്നൊക്കെ പറയും. ഇവിടെ നിന്ന് പോകാറായി അങ്ങനെ ഒരു ലെവലിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇതോട് അനുബന്ധിച്ച് കുറേ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, ഈ ഒരു പ്രായത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സിന് പ്രായം എത്രയെന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. അടുത്ത വർഷം ഞാൻ സപ്തതി ആഘോഷിക്കും. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ചിലരുടെയൊക്കെ മുട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരതിന്റെ കോസ്റ്റിനെ പറ്റി പറയായിരുന്നു. 2 മുട്ട് മാറ്റി വെക്കാനായിട്ട് 5-6 ലക്ഷം രൂപ ചെലവാക്കും. ഇപ്പൊ അത് കുറഞ്ഞതാണ്. ഈ ഹോസ്പിറ്റലിൽ നമ്മളിങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ട്. കിഡ്നി മാറ്റി വെക്കുന്നവർ കണ്ടിട്ടുണ്ട് അല്ലേ, എത്രയോ ലക്ഷം മാറ്റി. എല്ലാവരെയും ആദ്യമേ തന്നെ ഞാൻ ഇവിടെ വന്നവർക്ക് അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിത് വളരെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല കുടുംബശ്രീയുടെ പരിപാടികൾ. അതിന് മുമ്പത്തെ പ്രാവശ്യം നമ്മൾ വളരെ വിപുലമായ രീതിയിലാണ് നമ്മൾ കുടുംബശ്രീയുടെ ഓണാഘോഷം സംഘടിപ്പിച്ചത്. അത് വളരെ സക്സസ് ആവുകയും ചെയ്തായിരുന്നു. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ പങ്കാളിത്തം കുറവാണ്. എന്നിരുന്നാലും എല്ലാവരും തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ വേദിയിലേക്ക് എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണം എന്ന് പറഞ്ഞാൽ ഒരു ഒരുമയുടെ ഒത്തുചേരലിന്റെ ഒരു ആഘോഷമാണ്. അത് വെറും ഒരു ഉത്സവം മാത്രമല്ല ഓണം. ഓണത്തിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മളുടെ സ്നേഹവും നമ്മളുടെ സമൂഹത്തോടുള്ള നമ്മളുടെ ഉത്തരവാദിത്വവും ഒന്നു ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ് ഓണം എന്നോണം ഉദ്ദേശിക്കുന്നത്. മലയാളി എന്ന ഒരു ഐഡന്റിറ്റി, അതാണ് ഓണത്തിന്റെ വിധാനം. ഇന്ന് നമ്മൾ നവോത്ഥാന നായകനായിട്ടുള്ള മഹത്തായ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം അദ്ദേഹം നടന്ന വഴികളിലൂടെ നമുക്ക് നൽകിയ ജാതി മത ഭേദമന്യേയുള്ള ഒരു ചിന്തകളാണ് അദ്ദേഹം നടന്ന വഴികളിൽ നമുക്ക് തന്നത്. ഇന്ന് ചതയ ദിനമാണ്. ഓണത്തിൻ്റെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 3ാം ഓണമാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടാൻ കിട്ടിയ ഈ നല്ലൊരു അവസരം ആദ്യമായ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. നിങ്ങളോടത് ഞാൻ പങ്കുവയ്ക്കുന്നു. തുടർന്നും നിങ്ങളോടൊക്കെ എല്ലാ അർത്ഥത്തിലും ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന നിങ്ങളുടെ അതുല്യമായ സേവനത്തിന് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. കൈകോർത്ത് കൊണ്ടുപോകാൻ ഞങ്ങളും ക്ലബും ഞങ്ങളുടെ ഭാരവാഹികളും ഇവിടുത്തെ മെമ്പേഴ്സും എന്നും എപ്പോഴും നിങ്ങളോട് ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനും ഞാൻ അവസരം ഉപയോഗിക്കുന്നു. സ്ത്രീ ഒരു ശക്തിയാണ് എന്ന് കേരള സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ സാധിച്ച ഒരു കൂട്ടായ്മയുടെ പേരാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. കഴിഞ്ഞ 27 വർഷക്കാലമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ആഴത്തിൽ വേരുറപ്പിക്കാൻ സാധിച്ച അതിന്റെ സംഘടനാ രീതി കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും കേരള സമൂഹത്തിലെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ സാധിച്ച ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള കൂട്ടായ്മകൾ നമ്മുടെ നാടിനും നമ്മുടെ പൊതുസമൂഹത്തിനും അതിന്റെ വളർച്ചയ്ക്കും അതിന്റെ മുന്നേറ്റത്തിനും അത്യന്താപേക്ഷിതമാണ്. ഇതുപോലെയുള്ള ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്ത ശ്രീമതി ജെയിനി പീറ്റർ. നിങ്ങളുടെ കൗൺസിലർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൗൺസിലറെ കുറിച്ച് 2 വാക്ക് പറയാം. നല്ല കരുത്തുറ്റ ഒരു കൗൺസിലറാണ്. കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കാൻ കെൽപ്പുള്ള ഒരു കൗൺസിലറാണ്. നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാ ആവശ്യത്തിനും. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്കൊരു ലോൺ ആപ്ലിക്കേഷൻ വെച്ചിട്ട് വൈകി, എന്തൊക്കെയോ കാരണം കൊണ്ട് നീണ്ടുപോയതാണ്.
എന്തുകൊണ്ടാണ് എന്റെ വാർഡിലെ ഇന്ന അയൽക്കൂട്ടത്തിന് ആ ലോൺ സാങ്ഷൻ ആവാതിരുന്നത്? കാരണം ജെയിനി എന്ന് പറയുന്ന കൗൺസിലർ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, ഭയവുമുണ്ട്. കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ അവർക്ക് കെൽപ്പുണ്ട്.